ബി.ജെ.പി. മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലാണ്. വയനാട് ലോക്സഭാ മണ്ഡലത്തിന് കീഴിൽ വരുന്ന ഒരു അസംബ്ലി സെഗ്മെന്റാണ്. കഴിഞ്ഞ തവണ താങ്കൾ മത്സരിച്ചപ്പോൾ 17,000-ഓളം വോട്ടുകൾ നേടിയിരുന്നു. എന്താണ് ഇപ്രാവശ്യത്തെ ഒരു കാര്യം നില മെച്ചപ്പെടുന്നത്? പിന്നെ തീർച്ചയായിട്ടും ഇപ്രാവശ്യം പരമ്പരാഗത വോട്ടുകളോടൊപ്പം പുതിയ വോട്ടുകളും കൂടി ആകർഷിക്കാൻ കഴിയുന്ന ഒരു നല്ല സ്ഥാനാർത്ഥിയാണ് ഞങ്ങൾ നിർത്തിയിരിക്കുന്നത്. അപ്പം ഈ സ്റ്റുഡിയോക്കെതിരെയുള്ള ഒരു പ്രതിഷേധം ഒക്കെ പല കോണുകളിൽ നിന്ന് വന്നു. താങ്കൾ സ്റ്റുഡിയോയിൽ പോയി വസ്ത്രങ്ങൾ വാങ്ങി താങ്കൾ സോഷ്യൽ മീഡിയ ഹാൻഡിലൊക്കെ ഇട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്തിരുന്നു. അതൊക്കെ ചർച്ചയാക്കുകയാണ്. എന്താണ്? അല്ല, ശരിയല്ല. ഞാൻ ചോദിക്കട്ടെ, ഒരു കേരളം പോലെ ഒരു സ്റ്റേറ്റിലെ ഇസ്രായേലിനെ ടാറ്റ പിന്തുണച്ചെന്ന് പറഞ്ഞിട്ട് സ്റ്റുഡിയോ ബഹിഷ്കരിക്കണമെന്ന് ആഹ്വാനം ഒരാളും മിണ്ടുന്നതില്ലല്ലോ. ഒരു LDF ഇല്ല, ഒരു UDF ഇല്ല. മറ്റൊന്ന്, സംസ്ഥാനത്തെ ബി.ജെ.പി. രാഷ്ട്രീയത്തെ തന്നെ അതിശക്തമായി എതിർക്കുന്ന എം സ്വരാജാണ് LDFിൻ്റെ കാൻഡിഡേറ്റ്. അതോടൊപ്പം തന്നെ ആര്യടൻ മുഹമ്മദിൻ്റെ മകൻ ആര്യടൻ ഷൗക്കത്താണ് UDF കാൻഡിഡേറ്റ്. ഒരു ഹെവി വെയിറ്റ് കാൻഡിഡേറ്റ് വരുന്നു. ബി.ജെ.പി. അത്ര ശക്തമായിട്ടുള്ള കാൻഡിഡേറ്റ് അല്ല എന്ന വിമർശനമൊക്കെ പല കോണുകളിൽ. ആശയങ്ങളാണ്, വ്യക്തികളൊന്നും അല്ലല്ലോ. ഉദാഹരണത്തിന് ആര്യടൻ ഷൗക്കത്ത് വലിയ സെക്കുലറാണെന്നാണ് നമ്മളൊക്കെ വിചാരിച്ചത്, അല്ലെങ്കിൽ അദ്ദേഹം അങ്ങനെ ഒരു നറേറ്റീവാണ് ഉണ്ടാക്കിയത്. ഇന്നിപ്പോൾ ജമാഅത്തെ ഇസ്ലാമി അദ്ദേഹത്തെ പിന്തുണച്ചിരിക്കും. ഈ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഭീകരവാദ ബോംബായിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമി അവർ സ്വീകരിക്കുന്നു. വെൽഫെയർ പാർട്ടി അവർ പിന്തുണ കൊടുത്തിരിക്കുന്നു. പിന്നെ സ്വരാജിൻ്റെ സ്ഥാനാർത്ഥി ഗോവിന്ദൻ മാഷ് പറയുകയാണ് CPI ഭാരത് മാതാക്ക് ജയ് വിളിച്ചത് അങ്ങേറ്റ അപലപനീയമാണെന്ന് പറഞ്ഞാൽ എല്ലാവരും വർഗീയ വോട്ടിന് വേണ്ടിയാണ് ശ്രമിക്കുന്നത്. PDP ഇടതുപക്ഷം, ഇനി SDPയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്, ഇതൊക്കെ നമ്മൾ കാണുമ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടം ആകുമ്പോഴേക്കും അവർ ജനങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ മറന്ന് വർഗീയ പ്രശ്നങ്ങളിലേക്ക് പോവുകയാണ്. രണ്ട് മുന്നണികളിലും നല്ല അടി നടക്കുന്നുണ്ട്. ബി.ജെ.പിയിൽ എങ്ങനെയാണ് ഇപ്പോൾ അധികം നേതാക്കൾ എത്തുന്നില്ല എന്നൊക്കെയുള്ള പ്രചരണം ഉണ്ടായിരുന്നു. വെറുതെ പറയുന്നതാണെന്ന്. അത് എല്ലാ നേതാക്കളും എത്തും. നേതാക്കൾ മാത്രം വന്നുകൊണ്ട് കാര്യമില്ലല്ലോ. മാത്രമല്ല, ഞങ്ങൾ നല്ല നിലയിലുള്ള പ്രചരണമാണ് നടത്തുന്നത്. കെ. സുരേന്ദ്രൻ മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്ത് പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയാണ്. ക്യാമറമാൻ സുജോ എഡ്വേർഡിനൊപ്പം S. ഷാഗിൻ, മാതൃഭൂമി ന്യൂസ്, നിലമ്പൂർ.